തിരുവനന്തപുരം ചെമ്പടന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ഇന്നും പ്രതിഷേധം. ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരെ തടഞ്ഞു. പ്രതിഷേധിച്ച 2 പേരെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ചിട്ടിപ്പണം തിരികെ ലഭിക്കാത്തതിൽ മനംനൊന്ത് ചെമ്പടന്തി സ്വദേശി ബിജുകുമാർ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ പ്രതിഷേധമൊക്കെ തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത് ചേരുന്നുണ്ട്. ആതിര, ഈ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. സംഘത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന നിക്ഷേപകർ ഓഫീസിനുള്ളിൽ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ലക്ഷം മുതൽ 23 ലക്ഷം രൂപ വരെ നിക്ഷേപമുള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിക്കാനെത്തിയത്. ഇന്നും ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ന് നിലവിലത്തെ അവസ്ഥ? ഇന്നും പ്രതിഷേധം കനക്കുകയാണ്. രാവിലെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരെ നിക്ഷേപകർ തടയുകയായിരുന്നു. പ്രതിഷേധിച്ച 2 പേരെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാങ്ക് തുറക്കാൻ അനുവദിച്ചിട്ടില്ല. മരിച്ച ബിജുകുമാറിന്റെ 2 മക്കളടക്കം വന്നിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബാങ്കിനുള്ളിലേക്ക് കടന്ന പ്രതിഷേധമുണ്ടായിരുന്നു. തങ്ങളുടെ പണം ലഭിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല തന്നെയാണ് നിക്ഷേപകരുടെ തീരുമാനം. നേരത്തെ ബാങ്കിന് പ്രതിസന്ധി ഉണ്ടെന്നും തിരിച്ചറിവൊന്നും ലഭിക്കുന്നില്ല എന്നും അജയകുമാർ പറഞ്ഞിരുന്നു. എന്തായാലും പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സേതുലക്ഷ്മി. ശരി ആതിര, പ്രസിഡന്റ് വഞ്ചിച്ചു എന്ന് കുറിപ്പെഴുതി നിക്ഷേപകൻ ജീവനൊടുക്കിയതിനെ തുടർന്ന് ചെമ്പടന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ആരംഭിച്ച പ്രതിഷേധം അത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പരിശോധനയൊക്കെ നടന്നതാണ്. നിക്ഷേപകർ ഇപ്പോഴും ഈ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയുമാണ്. അങ്ങനെ ഈ പ്രതിഷേധം അത് അയവില്ലാതെ തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മരിച്ച ബിജുകുമാറിന്റെ മക്കളും അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരെ തടയുന്ന സാഹചര്യമുണ്ടായി. പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. ആതിര സരസ്വത്താണ് വിവരങ്ങൾ നൽകിയത്.